വെളുപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിനും സർക്കാരിനുമെതിരെ കുടുംബം രംഗത്ത്. ആരോഗ്യമന്ത്രി ഒരു അമ്മ എന്ന നിലയിലോ സ്ത്രീ എന്ന നിലയിലോ തന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് ബിസ്മിറിന്റെ ഭാര്യ കുറ്റപ്പെടുത്തി. സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായും കുടുംബം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നലെയാണ് ബിസ്മിറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് കുടുംബം ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഓക്സിജന്റെ അളവ് കുറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. അന്നനാളത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടിലുണ്ട്. ആരോഗ്യവകുപ്പിന് യാതൊരു തരത്തിലുള്ള വീഴ്ചയുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ ഓഫീസർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ പരാതിക്കാരായ തങ്ങളോട് ഒരു വാക്കുപോലും ചോദിക്കാതെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണവും വന്നിട്ടില്ല എന്നും കുടുംബം ആരോപിച്ചു. ആരോഗ്യരംഗത്തു നിന്നും ഒരു അന്വേഷണം ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വിശ്വാസം പോയ രീതിയിലാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ ചോദിച്ചത് CPR കൊടുക്കാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം എല്ലാവരും എന്നെയാണ് വിമർശിച്ചത്. ബോധമുള്ള ഒരാൾക്കാണോ CPR കൊടുക്കേണ്ടതെന്ന്. ആ ചെയറിൽ കൊണ്ടിരുത്തുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ബോധം പോവുകയാണ്. ആക്ച്വലി ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതായിരുന്നു. അവിടെ പൾസ് നോക്കിയിട്ടില്ല, ECG എടുത്തിട്ടില്ല. ഈ സംവിധാനങ്ങളെല്ലാം CHCയിലില്ലേ? എന്തുകൊണ്ട് ആ ചെയറിൽ നിന്ന് നേരെ ഒരു ബെഡിലോട്ട് കിടത്തിയിട്ട് ഇതൊന്നും നോക്കിയില്ല? പൾസ് നോക്കിയെങ്കിൽ അറിയാതിരിക്കാമല്ലോ. എന്തുകൊണ്ട് പൾസ് നോക്കിയില്ല? എന്തുകൊണ്ട് ECG എടുത്തില്ല? എന്തുകൊണ്ട് CPR കൊടുത്തില്ല? ഇത് തന്നെയാണ് എൻ്റെ അന്നത്തെയും ഇന്നത്തെയും ചോദ്യം. ഇത് തന്നെയാണ്. ശ്വാസതടസ്സവുമായിട്ട് പോകുന്ന ഒരാൾക്ക് കൊടുക്കേണ്ടത് ആദ്യം ഓക്സിജൻ അല്ലേ? ഒരു സംവിധാനങ്ങൾ ഇല്ല എങ്കിൽ പോലും നെബുലൈസേഷന്റെ കൂടെ കൊടുക്കുന്ന ഓക്സിജൻ ഇല്ലേ? അത് കൊടുത്തുകൂടായിരുന്നോ? കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് പോലും ആരോഗ്യമന്ത്രി ചോദിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രി ഒരു അമ്മ എന്ന നിലയിലോ സ്ത്രീ എന്ന നിലയിലോ തന്നെ മനസ്സിലാക്കുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രം വെച്ചാണ് അവർ സംസാരിക്കുന്നത്. സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായും കുടുംബം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. നീതി ലഭിക്കും വരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.